ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് നെവിനെയും പിന്നെ അക്ബറിനെയും ആര്യനെയും സാബുമാനെയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള എപ്പിസോഡുകളാണ് 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ 4 പേരെയും പൊക്കിക്കൊണ്ട് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ലാലേട്ടന്റെ വായിൽ നിന്നും അറിയാതെയാണെങ്കിൽ വീണ ഒരു സംഭവമാണ് തളരാതെ ഹാപ്പി ആയിട്ടിരിക്കും ഷാനവാസ്, അനുമോൾ, അനീഷ്. ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള 3 പേരെ എണീപ്പിച്ച് നിർത്തിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആ ഒരു ടാസ്കിന് മുമ്പായിട്ട് കാണിച്ചൊരു സംഭവമാണ് അനീഷ് ആ ജയിലിന്റെ ഏരിയയിൽ പോയി നിന്നിട്ട് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് എഴുതിയിരുന്ന ആ ഒരു സംഭവത്തെ നോക്കിയിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നു, ഞാനാണോ ബിഗ് ബോസ് എപ്പോഴും ജയിലിൽ പോകേണ്ട ആള്? വളരെ വിഷമത്തോടെ അനീഷ് അവത്തെ നോക്കി നിന്നിട്ട് സംസാരിക്കുകയാണ് ബിഗ് ബോസിന്റെ അടുത്ത്. അത് നമ്മുടെ എപ്പിസോഡിൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അനീഷിന്റെ നേച്ചർ അങ്ങനെയാണ്. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണിലും ആരോടും ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ജയിലിന്റെ ഐശ്വര്യം എന്നൊന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അനീഷിനോട് ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത് മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നു. അത് ജയിലിൽ കിടന്നപ്പോ, ജയിലിൽ 5ാമത്തെ തവണ പ്രവേശിച്ചപ്പോ അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ജയിലിൽ വിട്ടത്, അത് സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനൊക്കെ ബിഗ് ബോസ് കൊടുത്തൊരു മറുപടി ആയിരിക്കാം ഇത്. അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി ആയിരിക്കാം ഇത്. അപ്പൊ ഈ ഒരു മറുപടിയിൽ അനീഷ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത് വളരെ മോശമായിപ്പോയി. ലാലേട്ടനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് മാനദണ്ഡത്തിലാണ് അനീഷിനെ ജയിലിലേക്ക് നിങ്ങൾ വിട്ടത് എന്നുള്ളൊരു ചോദ്യം സ്ട്രോങ് ആയിട്ട് തന്നെ അക്ബറിനോടും ആര്യനോടും അവരുടെ ഗ്രൂപ്പിനോടും ചോദിക്കണമായിരുന്നു. അത് ചോദിച്ചില്ല. പകരം ഇങ്ങനൊരു സംഭവം ഇത് കൊടുത്ത് അനീഷിനെ കുറെ കൂടെ മെന്റലി ഡൗൺ ആക്കി. ഇത് നമ്മള് മുമ്പുള്ള സീസൺസിൽ കണ്ടിട്ടുള്ളതാണ്. നല്ല അത്യാവശ്യം പ്രേക്ഷക പിന്തുണയുള്ള ആളുകളെ ഇവര് ചായയും പരിപ്പുവടയും കൊടുത്ത് ഒതുക്കി വിടാനായിട്ട് ശ്രമിക്കും വീക്കെൻഡ് എപ്പിസോഡുകളിൽ. അത് ഉള്ളൊരു സംഭവമാണ്. പല ഭാഷകളിലായിട്ട് നടന്നിരുന്ന സംഭവം തന്നെയാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം ഇത് വളരെ മോശമായിപ്പോയി. ഈ ഒരു അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഈ ഒരു കാർഡ് അത് വളരെ മോശമായിപ്പോയി. അത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല അതുമായിട്ട്. അനീഷിന്റെ ഈ നിപ്പൊക്കെ കണ്ടിട്ട് വളരെ വിഷമം തോന്നി എന്നുള്ളത് സത്യമാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.